നല്ല പച്ച പുൽത്തകിടി കാണുമ്പോൾ നമ്മുടെ കണ്ണിന് എന്തൊരു കുളിർമയല്ലേ. ഇനി അതിനോട് ചേർന്നൊരു പുഴയും ഒരു നല്ല കാടും കൂടി ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളിയല്ലേ കാഴ്ച. ഈ പ്രാവശ്യത്തെ വെക്കേഷനെ പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ്. അത് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത് തട്ടേക്കാടുള്ള ഡോളർ ബേർഡ് ലേക്ക് റിട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 1 മണിക്കാണ് ഞങ്ങളുടെ ചെക്കിൻ ആയിരുന്നെങ്കിലും ഞങ്ങൾ പല സ്ഥലത്തു നിന്ന് ചെല്ലുന്ന ആൾക്കാരായതുകൊണ്ട് ഞങ്ങളൊരു 3:30-4 ഇടയ്ക്കൊക്കെ കുട്ടികളും പട്ടികളും ഒക്കെ ആയിട്ട് അവിടെ എത്തിച്ചേർന്നു. പുഴയോരത്തിനോട് ചേർന്ന് നല്ല 2 ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പ്രായഭേദം എന്നെ എല്ലാവരും അതിൽ മാക്സിമം എൻജോയ് ചെയ്തു. നല്ല സീനറിയാണ്. ഇവിടുന്ന് നമ്മളങ്ങോട്ട് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പുഴയൊക്കെ നല്ല സൂപ്പറാണ്. ആ വീടിരിക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ നിന്നാണ് കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്യണത്. പിന്നെ അതേ കണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ എൻജോയ്മെൻറ്റ് ഇതായിരുന്നു. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ കുറുക്കമ്പുല്ലെന്ന് പറയും. അത് പറിച്ച് മടുത്തു. ഇവിടെ ടച്ചിനിരുന്ന ഒരാൾ പണിയാണ്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് തട്ടേക്കാട് ഡാം. അപ്പോൾ ഒത്തിരി രാത്രിയാണതിന് മുമ്പ് നമുക്ക് പോയാലേ എന്തെങ്കിലും ഒന്ന് കാണാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ പോയി. മഴയ്ക്ക് നല്ല മഴക്കാറുള്ളത് കൊണ്ട് നമ്മൾ വേഗം പോയിട്ട് തിരിച്ചു വരാമെന്ന് ഓർത്തിച്ച് ഇപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുവച്ചിരിക്കുന്നത് തട്ടേക്കാട് ഡാമിൻ്റെ പരിസരങ്ങളാണ് കേട്ടോ. ഈ കറുത്ത മേഘം കാണുമ്പോൾ തന്നെ നമുക്കറിയാം മഴ നമ്മളെ വല്ലാണ്ട് സ്നേഹിച്ച് നോക്കിയിരിക്കുകയാണ്. ഇപ്പം തന്നെ ഇച്ചിരി വീഴ്ക്കട്ടെ എന്ന് ചോദിച്ചാണ് ഇരിക്കുന്നത്. അവിടുത്തെ ഡാമിൻ്റെ 3 ഷട്ടറുകൾ ഓപ്പണാണ് കേട്ടോ. അത് 2 ഇപ്പോൾ എനിക്ക് കിട്ടിയേക്കണം. ഒരെണ്ണം ഏറ്റവും എൻഡിലാണ്. പഴയ റോഡ് നിന്ന സ്ഥലത്താണ് ഈ ഡാം നിൽക്കണതെന്നാണ് പറയണത്. നമ്മൾ നിൽക്കണത് പക്ഷേ അതിനോട് ചേർന്നുള്ള വേറൊരു റൂട്ടിലേക്കാണ്. അതിപ്പോൾ പുതിയത് പണിതാന്ന് തോന്നുന്നു. എനിവേ നേരത്തെ കണ്ട ആ മേഘം നിങ്ങൾ കണ്ടോ, കാർമേഘം? അവിടെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, അത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ അവിടെ അല്ല, ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലത്തേ അല്ല ഇത് പെയ്യണത്. ഇത് അവിടെ നിന്ന് ഒരു 1/4 മണിക്കൂർ ദൂരെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തെത്തും. ആ സ്ഥലത്താണ് ഈ മഴ പെയ്യണതെന്നാണ് പറയണത്. ആ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ നമ്മുടെ അടുത്തേക്ക് വലിയ താമസമില്ലാതെ എത്തും എന്നുള്ളത് മനസ്സിലാക്കിയതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. തന്നെയല്ല അവിടെ പതിയെ നിന്ന് നമുക്ക് ലൈറ്റൊക്കെ കുറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ തിരിച്ചു പോരുന്നത്. അങ്ങനെ വീണ്ടും നമ്മൾ നമ്മുടെ ഡ്രീം ഹൗസിലേക്ക് എത്തിച്ചേർന്നു. വലിയവരെല്ലാം വലിയ പൂളിലും ചെറിയ കുഞ്ഞുങ്ങളെല്ലാം ചെറിയ പൂളിലേക്കും അങ്ങ് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. അവിടെ കിടന്ന് എല്ലാവരും കൂടിയിട്ട് അങ്ങ് അർമാദിക്കാണ്. എന്തായാലും നല്ലൊരു എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. നീന്തൽ അറിയാവുന്നവരെല്ലാം നീന്തി തുടിച്ച് തന്നെ കളിച്ചു. നീന്തൽ അറിയാൻ പാടില്ലാത്തൊരു പൂളിൻ്റെ സൈഡിൽ കിടന്ന് അങ്ങനെ താണും വെള്ളം കുടിച്ചൊക്കെ നീന്തൽ പഠിക്കുന്നുണ്ട്. നീന്തലിനേക്കായും നമ്മളെല്ലാവരും കൂടി നമുക്ക് എല്ലാവരും കൂടി ഒന്നിച്ച് നിൽക്കുമ്പോൾ കിട്ടുന്ന ആ സന്തോഷം ഉണ്ടല്ലോ, അതാണ് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്നത്. എല്ലാവർക്കും ഡിസ്റ്റിൽഡ് വാട്ടർ പ്രത്യേകം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പൂളിൽ ഇറങ്ങിയപ്പോൾ ആ വെള്ളമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എല്ലാവരും ബാർബിക്യൂ സ്പെഷ്യലിസ്റ്റ് മാത്തൂട്ടനാണ് ഇപ്പോൾ ചാടിക്കൊണ്ടിരിക്കുന്നത്. പൂളിൽ നമ്മൾ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. വെട്ടം വെളിച്ചമൊക്കെ ഉള്ളപ്പോൾ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ. പക്ഷെ അത് പറ്റിയില്ല നമ്മളെ കൊണ്ട്. നമ്മൾ അപ്പോൾ ഈ ഡാം കാണാൻ പോയി തിരിച്ചു വന്നു. പിന്നെ നമ്മൾ എത്തിയത് ലേറ്റായിട്ടാണ്. അതുകൊണ്ട് ആ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ പൂളിൽ ഇറങ്ങാനായിട്ട് താമസിച്ചിറങ്ങിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവിടെ നല്ല സേഫായിട്ടുള്ളൊരു സ്ഥലമാണ്. അങ്ങനെ നമ്മുടെ ബാർബിക്യൂ ഇതാ എരിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവിടെ നല്ല തണുപ്പുണ്ടാവുമെന്നൊക്കെ ഓർത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത്. പക്ഷേ നല്ല ഹ്യൂമിഡിറ്റി ആയിരുന്നു. ബാർബിക്യൂ നമ്മളൊരു രസത്തിന് വേണ്ടി മാത്രം ചെയ്തതാണ്. ഫുഡ് അല്ലാതെ കൊണ്ട് ഓർഡർ ചെയ്താൽ ഇവിടുന്ന് കിട്ടും. അങ്ങനെ ഫുഡിൻ്റെ സെഷനെല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പരിപാടിയായിട്ട് മുമ്പോട്ടേക്ക് പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഉറക്കത്തിനെക്കുറിച്ച് ആരും ചിന്തിച്ചിട്ട് പോലും ഇല്ല. എല്ലാവരും അവരവർക്കറിയാവുന്ന കലാപരിപാടികളായിട്ട് മുമ്പോട്ടേക്ക് പോകണം. ചീട്ടുകളി അറിയാവുന്നവരെല്ലാവരും കൂടി ഒരു വശത്ത് കൂടി, വർത്തമാനം പറയാനുള്ളവരൊക്കെ കൂടി ഒരു വശത്ത് കൂടി, അങ്ങനെ ഒരു സുപ്രഭാതം കൂടി പൊട്ടി വിരിഞ്ഞു. നമ്മൾ പുഴയുടെ ഭംഗി ഒന്നും കൂടി ആസ്വദിക്കാനായിട്ട് ഒന്നും കൂടി പുറത്തേക്ക് ഇറങ്ങി. വൈകിട്ട് കണ്ട പോലെയല്ല, നല്ല ബ്രൈറ്റ് ലൈറ്റും നല്ല രസമായിരുന്നു കാണാൻ. രാത്രിയിൽ മാത്രമേ നമ്മൾ പൂള് കണ്ടുള്ളൂ. അപ്പോൾ പകലും കൂടി ഒന്ന് കാണാമെന്ന് ഓർത്ത് ചെന്നു. നല്ല കുട്ടപ്പനായിട്ട് കിടപ്പുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ അവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ആ പുഴയുടെ സെയിം ഇതിൽ, അത് ചെറിയൊരു പറമ്പിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഈ സ്വിമ്മിംഗ് പൂളും ആ പുഴയായിട്ട്.
പിള്ളേർക്ക് കൊണ്ടുപോയി ചോറിൻ്റെ ഇച്ചിരി ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുക, മീനെ കാണാമെന്നും പറഞ്ഞും ഞങ്ങൾ പുഴയിലേക്ക് ഈ ചോറ് എറിഞ്ഞു കൊടുത്തു. പക്ഷെ ഒന്നിനെയും കാണാൻ പറ്റിയില്ല, കാരണം അപ്പോൾ ഒരു ബോട്ട് അതുവഴി അങ്ങ് പാസ് ചെയ്ത് പോയുള്ളൂ. അപ്പോൾ അതിൻ്റെ സൗണ്ട് കേട്ട് പേടിച്ചിട്ട് ഇതുങ്ങളെല്ലാം പമ്മി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നാണ് പറയണത്. ഇനിയും നമ്മളുടെ ഏതാണ്ട് കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞു. നമുക്ക് 11 മണിക്ക് ചെക്കൗട്ട് ഉള്ളതാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഉള്ളത് ഒരു ഫോട്ടോ സെഷനാണ്. ഈ വീടിനെ കുറിച്ച് ഞാൻ ഒന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത് 8 റൂമിൻ്റെ ഒരു വലിയ വീടാണ്. ഒരു 20-25 പേരെയൊക്കെ നമുക്ക് സുഖമായിട്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏറ്റവും നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലെ നിലയിൽ എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന ഒരു ഗെറ്റ് ടുഗദറിന് വേണ്ടിയിട്ട് നല്ല സൗകര്യമുള്ള ഒരു ബാൽക്കണി വിത്ത് ഊഞ്ഞാലോട് കൂടി അവിടെ കിടപ്പുണ്ട്. അത് നല്ല രസമുണ്ട്, നല്ല അട്രാക്റ്റീവാണത്. അവധി നാളുകളെ ആനന്ദകരമാക്കാനായിട്ട് അങ്ങനെ ഒരു ദിവസം നമുക്ക് വീണ് കിട്ടി. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഇതേ ഉള്ളൂ. നിങ്ങൾ വല്ലപ്പോഴും നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഒരു ദിവസം പോയി ഒന്ന് സ്റ്റേ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിനൊക്കെ ഭയങ്കര റിലാക്സേഷൻ കിട്ടും. പരസ്പരം ഒരു സംസാരിക്കുമ്പോൾ ഒരു സന്തോഷവും സമാധാനമൊക്കെ നമുക്ക് കിട്ടും. പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക. കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ളവരൊക്കെ കമൻറ്റുകൾ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് കിട്ടുന്ന അവസരം പാഴാക്കി കളയാതെ കൊണ്ട് സന്തോഷിക്കാൻ കിട്ടുന്ന സമയത്ത് സന്തോഷിക്കുക. ആരോഗ്യമുള്ളപ്പോഴേ നമുക്കിത് പറ്റുള്ളൂ. കാലുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് കാല് വയ്യാണ്ടായി നടക്കാൻ പറ്റാണ്ടായി വേറൊരാളുടെ സഹായത്തോടെ പോകാൻ നിൽക്കാതെ കൊണ്ട് നേരത്തെ പോകണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. വലിയൊരു വീഡിയോയിൽ നിന്നും ഒരുപാട് കട്ട് ചെയ്തിട്ടാണ് ഞാനിങ്ങനെ 7 മിനിറ്റിൻ്റെ അല്ലെങ്കിൽ 8 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കിയേക്കണത് കേട്ടോ. കുറവുകൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും, സാധാരണ ക്ഷമിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ്സ് തീർച്ചയായിട്ടും എന്നെ അറിയിക്കണം കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്.